SC/ST ആക്ട് പ്രകാരം അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യപ്രവർത്തകനായ ദിനുവേൽ പോലീസിൽ പരാതി നൽകി. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ പിടിപ്പിക്കാൻ പണം കൊടുക്കരുത്. ദളിത് വിഭാഗങ്ങൾക്ക് സിനിമ പിടിക്കാൻ 1.5 കോടി രൂപ നൽകേണ്ടതില്ലെന്നും അവർക്ക് ട്രെയിനിംഗ് നൽകണമെന്നുമാണ് സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ആദ്യമായി സിനിമയിൽ അഭിനയിച്ച് ദളിതയായ PK റോസിക്ക് ഓടിപ്പോകേണ്ടി വന്നുവെന്നും റോസി നേരിട്ട അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുവെന്നും K രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഇന്ത്യയിൽ ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ തേച്ചു മിനുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത്. അതിന് ആക്കം കൂട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കടുത്ത വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും രംഗത്ത് വന്നു. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് പുരുഷ നോട്ടമാണ്. എല്ലാ കാലത്തും ഇതുവരെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അടൂരല്ല ആരായാലും ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകൾ പാടില്ലെന്ന് സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്, വാക്കിനും പുറത്തിരുമല്ല. ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ കാര്യത്തിൽ പോലും അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ദളിതരെ അപമാനിച്ച അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകനായ ദിനുവേൽ മ്യൂസിയം പോലീസിൽ പരാതി നൽകി. മീഡിയ 1 തിരുവനന്തപുരം.